ഹലോ എവരിവൺ, വെൽക്കം ടു സ്ട്രോംസ് റിപ്പയർ യൂട്യൂബ് ചാനൽ. ഇത് LG 15 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ടി വി ആണ്. അപ്പോൾ ഇതിൽ ഏകദേശം 3-4 കംപ്ലയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൽ പവർ സപ്ലൈ ഇല്ല. പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ പവർ സപ്ലൈയുടെ മെയിൻ കപ്പാസിറ്ററിൽ വോൾട്ടേജ് ഒന്നും വരുന്നില്ല. HDRലോട്ട് വേറെ വോൾട്ടേജ് അങ്ങോട്ടൊന്നും എത്തുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ പവർ സ്വിച്ച് കംപ്ലൈൻ്റ് ആണ്. ഈ പവർ സ്വിച്ച് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് വോൾട്ടേജ് ഒന്നും അങ്ങോട്ട് എത്താത്തത്. അപ്പോൾ 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഈ പവർ സ്വിച്ച് വേറെ ഉണ്ടെങ്കിൽ മാറ്റിയിടാം. അതല്ലെങ്കിൽ പവർ സ്വിച്ച് അങ്ങോട്ട് ഷോർട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ഇവിടെ പവർ സ്വിച്ച് ഷോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, പവർ സ്വിച്ച് ഞാൻ ഇവിടെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും മാറിപ്പോയപ്പോൾ എല്ലാം കൂടെ പൊട്ടിത്തെറിച്ചങ്ങ് പോകും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഇവിടെ ഷോർട്ട് ചെയ്ത് കൊടുക്കുക. ഷോർട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് വോൾട്ടേജ് അപ്പുറത്തോട്ട് പാസ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഒരു സൈഡിൽ തന്നെ ബ്ലോക്കായി അങ്ങ് നിൽക്കും. അപ്പോൾ അതാ TV ഓൺ ചെയ്തിട്ടുണ്ട്, പവർ LED വന്നിട്ടുണ്ട്, പവർ LED ഓൺ ആയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇപ്പോൾ ഓസിലേഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ HOTൻ്റെ അടുത്തുള്ള ഡിസ്ക് സംഭവം കത്തിക്കരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് വേറെ മാറ്റിയിടണം. പക്ഷേ ഇതുകൊണ്ടല്ല ഓസിലേഷൻ വരാത്തതിന് വേറെ കാരണമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ബോർഡ് ബേസ് ബോർഡ് ഉൾപ്പെടെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡർ ചെയ്യുന്നുണ്ട്. ഡ്രൈ ഉണ്ടെങ്കിലും ഇതേപോലെ ഓസിലേഷൻ വരത്തില്ല. ബോർഡിൽ അത്യാവശ്യം ഡ്രൈ ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും മൊത്തത്തിലൊന്നും ഡ്രൈ സോൾഡർ ചെയ്യണം. ഡ്രൈ സോൾഡർ ചെയ്തിട്ട് ഓൺ ചെയ്തൊക്കെ നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഈ പവർ LED വന്നിട്ട് ബ്ലിങ്ക് ആവുന്നുണ്ട് ഈ ഒരു സ്വിച്ചിലോട്ട് പ്രസ് ചെയ്യുമ്പോൾ. പക്ഷേ ഓസിലേഷനൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ഫുൾ ഡ്രൈ സോൾഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മെയിൻ IC, അത് ബേസ് ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡർ ഏകദേശം ഒരു 20 മിനിറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇവിടെ ഓസിലേഷൻ വരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ IC പ്രോബ്ലം ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഫുൾ ഡ്രൈ സോൾഡർ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട്. അപ്പോൾ മെയിൻ IC മാറ്റണം. അപ്പോൾ LGയുടെ മെയിൻ ICകൾ കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഈ മെയിൻ IC മാറ്റിയിടാം. മെയിൻ IC മാറ്റുമ്പോഴത്തേക്കും ഓസിലേഷൻ എന്തായാലും വരും. അപ്പോൾ കറക്റ്റ് ആ നമ്പർ നോക്കിയിടണം. ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് നമ്പർ 1747 കിടക്കുന്നത്. എന്തായാലും സെയിം നമ്പർ IC ഇല്ല. ഇതിൽ 1923 ഒക്കെ ഇട്ടാലും മതിയാവും. ഇവിടെ ഇപ്പോൾ 1923 ഇട്ടത്, വേറൊരു IC ആണ് ഇട്ടത്. ഇവിടെ ഇപ്പോൾ IC ഊരിയിട്ട് ഞാൻ ഇവിടെ വേറെ IC ഇട്ടിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ നമ്പർ IC ആണ് ഇട്ടിട്ടുള്ളത്. കാലുകളൊക്കെ കറക്റ്റ് സോൾഡറൊക്കെ ചെയ്തിട്ടുണ്ട്, വേറെ ഇഷ്യൂസൊന്നുമില്ല. ഇനി ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ TV ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഓസിലേഷനും വന്ന് സ്ക്രീനും വന്നിട്ടുണ്ട്. അപ്പോൾ പവർ സപ്ലൈ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, അത് ശരിയാക്കി. ഓസിലേഷൻ ഉണ്ടായിരുന്നു, അതും ശരിയാക്കി. പക്ഷേ ഇനി ഇവിടെ വേറൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. പിക്ചറിൽ ഒരുപാട് ലൈൻസ് കണ്ടില്ല, ഇങ്ങനെ കിടന്ന് വെട്ടുന്നുണ്ട്, ബ്ലാക്ക് ലൈൻസ്. ഇതിനെ പിക്ചർ സിങ്കിങ് എന്ന് പറയും, അല്ലെങ്കിൽ സിങ്കിങ് പ്രോബ്ലം എന്നൊക്കെ പറയും, സിങ്കിങ് കംപ്ലൈൻറ്റ്. ഇത് വരുന്നത് സത്യം പറഞ്ഞാൽ മെയിൻ ICയിലെന്നാണ് കൂടുതലും ഇങ്ങനത്തെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഓൾറെഡി എനിക്ക് LGയുടെ ഒരുപാട് TVകളിൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ സിങ്കിങ് കംപ്ലൈൻറ്റ്. അപ്പോൾ ഇത് മെയിൻ IC തന്നെ സാധ്യത. ഇപ്പോൾ മെയിൻ IC മാറ്റിയതേ ഉള്ളൂ, ഓസിലേഷൻ വരാതിരുന്നിട്ട്. സത്യത്തിൽ ഈ ICക്ക്, അതായത് ഇപ്പോൾ ഇട്ട ICക്ക് ഇങ്ങനൊരു കംപ്ലൈൻ്റ് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇനി ഏതായാലും IC മാറ്റിയേ പറ്റൂ. കണ്ടില്ലേ, ബ്ലാക്ക് ലൈൻസ് ഇങ്ങനെ വന്ന് വെട്ടുന്നുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലത് ബോർഡിലെന്തും വരും, പിന്നെ ഇതിപ്പോൾ IC തന്നെയാണ്, ഉറപ്പാണ്. അപ്പോൾ ഏതായാലും IC മാറ്റണം. ഇപ്പോൾ ഞാൻ ഇനി ഇടാൻ പോകുന്ന IC പുതിയ IC ആണ്, ഇതിലത്തേക്ക് വേണ്ടി വാങ്ങിച്ചതല്ല. ഇവിടെ 1923 ICയുടെ നമ്പർ കണ്ടല്ലേ.
അവസാനത്തത് 1923. ഈ IC ഇടാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഈ IC ഇട്ടിട്ട് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, IC ഇടുമ്പോൾ ഈ ICയിൽ ഒരു മാർക്കിംഗ് ഉണ്ട്, ബോർഡിലും ഒരു മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ചെറുതായിട്ടൊന്ന് ശ്രദ്ധ മാറിയ ചിലപ്പം തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ഇട്ടിട്ട് കറക്റ്റായി സോൾഡർ ചെയ്ത് വെച്ചിട്ട് നല്ലോണം ക്ലീൻ ചെയ്യുക. വല്ല കാലുകളും, അതായത് ICയുടെ ലെഗുകൾ തമ്മിൽ വല്ല ഒട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇല്ലെന്ന് കൺഫേം ചെയ്തതിന് ശേഷം TV ഓൺ ചെയ്യുക. അപ്പോൾ IC ഇട്ടിട്ടുണ്ട്. ഇനി TV ഓൺ ചെയ്ത് നോക്കാം. TV ഇതാ കറക്റ്റ് ഓണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ AV ആക്കി ഇതാ ആ ഒരു സിങ്ക് കംപ്ലൈൻറ്റ് അവിടെ മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വേറൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ഒരു നിഴൽ ഇതവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു കറുത്ത ഒരു വെളിച്ചം അല്ലെങ്കിൽ ഒരു നിഴൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. LOT ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെറുതായിട്ട് മാറുന്നുണ്ട്. പക്ഷേ അത് എന്താണ് കറക്റ്റായിട്ട് മാറില്ല. പിക്ചറിൻ്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ പിക്ചർ ക്വാളിറ്റി അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് LOT അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊരു കംപ്ലൈൻ്റ് ആണ്. ഓക്കെ, ഈ ഒരു ഷാഡോ അല്ലെങ്കിൽ ഒരു കറുത്ത ഒരു വെളിച്ചം. ഓക്കെ, അത് ഞാനിത് എന്താണെന്ന് പറഞ്ഞു തരാം. ഇതാ ഈ ഒരു കോമ്പോണൻറ്റ് ഈ ഒരു സൈഡിലൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് ഈ ഒരു കറുത്ത വെളിച്ചമോ ഈ ഷാഡോ ഇതിങ്ങനെ ഈ പിക്ചറിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ സൂം ചെയ്ത് കാണിച്ചത് ഈ ഒരു ഭാഗത്ത് വരുന്ന കമ്പോണൻ്റാണ്. ഇത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രം മാറ്റിയപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റും അവിടെ മാറിയിട്ടുണ്ട്. ഓക്കെ, TV ഇനി ഓൺ ചെയ്ത് പിക്ചറിട്ട് കാണിച്ചു തരാം. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. TV ഇതാ ഓൺ ചെയ്തിട്ടുണ്ട്. TV ഇതാ ഓണായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ആ ഒരു ബ്ലാക്ക് ഷാഡോ അല്ലെങ്കിൽ ഒരു കറുത്ത വെളിച്ചം അവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.